എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് പൈസ. പക്ഷേ ഈ പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെ രണ്ട് കാറ്റഗറി ആൾക്കാരുണ്ട്. ഒന്ന്, അധ്വാനിച്ച് ജീവിക്കുന്നവര്. രണ്ട്, പൈസ ഉണ്ടാക്കാൻ എളുപ്പമാർഗം കണ്ടെത്തുന്നവര്. അങ്ങനെ ഒരു എളുപ്പമാർഗം കണ്ടെത്തിയതാണ് നമ്മളുടെ നായകൻ. അതെന്താണെന്നും ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അത് നിങ്ങളായിട്ട് കണ്ടറിയലാണ് അതിൻ്റെ ഒരു ശരി. പക്ഷെ ആ ഒരൊറ്റ തീരുമാനത്തിൻ്റെ പേരിൽ 7 ആൾക്കാരുടെ ജീവന് നഷ്ടപ്പെട്ട്. ഇത്ര മാത്രം ഞാൻ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നുള്ളൂ, ബാക്കി നിങ്ങളായിട്ട് കണ്ടറിഞ്ഞോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മഞ്ഞ് മൂടിക്കിടക്കുന്ന ഫാർജോ നഗരം. അങ്ങോട്ട് കുറേ ദൂരത്തുനിന്ന് കാർ ഓടിച്ച് വരികയാണ് ജെറി ആണെങ്കിൽ ഒരു കാറിന്റെ മേളിൽ ഒരു പുത്തൻ കാറും കൊണ്ടാണ് വരുന്നത്. അതും ഈ ഇരിക്കുന്ന 2 മാരണത്തെ കാണാൻ. ഇതെറിക്ക് അപ്പുറത്തെ സിഗരറ്റ് വായി വെച്ച് ഉറങ്ങുന്നത് ഗേറ്. ഇവന്മാരെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നാടായ നാട് മൊത്തം ചുറ്റിയിട്ട് ജെറി എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നറിയണ്ടേ. ഞാൻ ജെറി, ഷെപ്പ് പറഞ്ഞിട്ട് വരെ. മനസ്സിലായി, ഇരി. ഞാൻ പറഞ്ഞ പ്രകാരം ഒരു പുത്തൻ സിയാറ കാറ് അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പൈസ എവിടെ? അത് പണി കഴിഞ്ഞതിന് ശേഷമല്ലേ? ഇങ്ങനെയൊന്നും അല്ലല്ല ഷെപ്പ് പറഞ്ഞ്. എറിക്കെ കിട്ടാൻ പോകുന്നത് $80,000. അതിൽ 40 നിങ്ങൾക്ക്, 40 എനിക്ക്. റിസ്ക്കുള്ള പണി നിങ്ങളാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഒരു പുത്തൻ സിയാറ കാറും കൂടെ ഞാൻ തരുന്നത്. ഇനി എന്താണ് ലെവന്മാരുടെ ഡീല് എന്നറിയണ്ടേ. ഈ ജെറിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, എന്നാൽ ഇങ്ങരുടെ കയ്യിലാണെങ്കിൽ പൈസ എടുക്കാനുമില്ല. അപ്പോഴാണ് ഇങ്ങർക്കൊരു ബുദ്ധി വരുന്നത്. ജെറിയുടെ വൈഫ് നല്ല ക്യാഷ് ടീമാ. പുള്ളിക്കാരൻ്റെ അമ്മായിച്ചൻ്റെ കയ്യിൽ നല്ല പൂത്ത പണമുണ്ട്. പക്ഷെ ജെറി ചോദിച്ചാലൊന്നും പൈസ കൊടുക്കൂല. കാരണം ഈ അമ്മായിച്ചൻ പിശിക്കിൻ്റെ അങ്ങേയറ്റ. 1 രൂപ പോലും ഒരാൾക്ക് വെറുതെ കൊടുക്കൂല. സോ അങ്ങേരുടെ കയ്യിൽ നിന്ന് പൈസ തട്ടാനായിട്ട് സ്വന്തം വൈഫിനെ എറിക്കിനെ കൊണ്ടും ഗേറിനെ കൊണ്ടും കിഡ്നാപ്പ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് റാൻസമായിട്ട് $80,000 വാങ്ങുക. 40 ഒരു പുത്തൻ സിയാറ കാറും പണി ചെയ്യുന്നവർക്ക്. ബാക്കി 40 മാസ്റ്റർ മൈൻഡായ ജെറിക്കും. ഓരോ കുരുട് ബുദ്ധികളെ. എടോ, തനിക്ക് പൈസ വേണമെങ്കിൽ നേരിട്ട് ചോദിച്ചാൽ പോരെ, അതിനവരുടെ കയ്യിൽ നിന്നൊന്നും പൈസ കിട്ടൂല എന്നും പറഞ്ഞ് ഡീൽ ഉറപ്പിക്കുന്നു. പക്ഷെ ഇപ്പോഴും എറിക്കിനെ കുറിച്ചോ ഗെയറിനെ കുറിച്ചോ നമ്മൾ പറഞ്ഞിട്ടില്ല. അതെല്ലാം വൈകാതെ നമ്മൾ പറയും. സോ വെയിറ്റ് ആൻഡ് വാച്ച്. അങ്ങനെ നമ്മളുടെ ജെറി തിരിച്ച് വീട്ടിലെത്തി. ഇതാണ് ജീൻ, ജെറിയുടെ വൈഫ്. ഇത് വെയ്ഡ്, നേരത്തെ പറഞ്ഞ പിശുക്കൻ തന്തയുണ്ടല്ലോ, അതാണ് ഈ മുതല്. പിന്നെ ജെറിക്കും ജീനിനും ഒരു മകനുണ്ട് കേട്ടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെറി ഒരു സ്ഥല കച്ചവടത്തിന്റെ കാര്യം വെയ്ഡുമായിട്ട് സംസാരിക്കുന്നത്. ഇതാണെങ്കിൽ കുറച്ചധികം ചില്ലറ തടയുന്ന കേസാണ്. പക്ഷെ വെയ്ഡാണെങ്കിൽ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസമായി എറിക്കും ഗെയറും കൂടെ പുത്തൻ സിയറയുമായി പണികളൊക്കെ തുടങ്ങാൻ പൊക്കോണ്ടിരിക്കേ. ഈ ഗെയറിനാണെങ്കിൽ സിഗരറ്റ് എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ട് പറ്റൂല. 24 മണിക്കൂറും ഇതും വലിച്ചു നടക്കലാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പരിപാടി. അത് മാത്രമല്ല, ഇങ്ങേരൊരു പ്രത്യേക ടൈപ്പാണ്. അധികം സംസാരിക്കൂല. ഉറക്കം വന്നാൽ പുറങ്ങണം, വിശന്ന അപ്പം തിന്നണം. ചുരുക്കി പറഞ്ഞാൽ എന്താണോ ആവശ്യം അതങ്ങ് നേടിയെടുക്കും. ഇനിയിപ്പോൾ എറിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ ആര് കണ്ടാലും ചിരിക്കും. ഒരു ഫണ്ണി ഫേസ് ആണ് പുള്ളിക്കാരൻ്റെ. അങ്ങനെ ഇവർ നേരെ പോകുന്നത് ബ്രെയിനഡ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. അവിടെ ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് ചെറിയൊരു ഉല്ലാസത്തിനാണ് പോകുന്നത്. എന്നിട്ട് വേണം പണിക്കിറങ്ങാൻ. ഇതേ സമയം ജെറിയെ കാണിക്കുന്നുണ്ട് കേട്ടാ. അമ്മായിയച്ഛൻ്റെ ഷോറൂമിലാണ് പുള്ളിക്കാരൻ പണിയെടുക്കുന്നത്. അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഡെയിലി കസ്റ്റമേഴ്സിൻ്റെ തെറി കേൾക്കലാണ് പുള്ളിക്കാരൻ്റെ മെയിൻ പണി. അത് മാത്രമല്ല, ഈ ഷോറൂമിൽ നിന്ന് എടുത്തിട്ടുള്ള പുത്തൻ കാറാണ് എറിക്കിനും ഗെയറിനും കൊടുത്തിട്ടുള്ളത്. അങ്ങനെ എറിക്കും ഗെയറും കൂടെ ബ്ലൂ ഓക്സ് എന്ന ഹോട്ടലിൽ റൂം എടുക്കുന്നു. 2 പെൺകുട്ടികളുമായിട്ട് ഉല്ലസിക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ജെറിയെ കാണിക്കുന്നത്. പുള്ളിക്കാരനതാ ഒരു ഫോൺ കോള്. വിളിക്കുന്ന വെയ്ഡാ. മറ്റേ സ്ഥല കച്ചവടം ഉണ്ടല്ലോ, അത് ഏകദേശം 40 ഏക്കറുണ്ട്. അപ്പൊ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്. അയാളെ ഏർപ്പാടാക്കി കൊടുത്ത് അമ്മായിയച്ഛനും കൂടെ അങ്ങേര് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കണക്കിന് ക്യാഷാണ് ജെറിയുടെ കയ്യിലോട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കിഡ്നാപ്പും കോപ്പൊന്നും വേണ്ട. ആവശ്യത്തിലധികം ക്യാഷാണ് കയ്യിലോട്ട് വരാൻ പോകുന്നത്. അങ്ങനെ ജെറി പിറ്റേ ദിവസം തന്നെ എറിക്കിനെയും ഗെയറിനെയും റെഡിയാക്കി കൊടുത്ത ഷെപ്പ് എന്ന് പറയുന്ന ആളുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. ഈ ഷെപ്പുവിൻ്റെ ഷോറൂമിലെ ഒരു മെക്കാനിക്കാണ്. ഇങ്ങേരാണെങ്കിൽ പരോളില്ല. പണ്ടത്തെ വലിയ ക്രിമിനലാണ് പുള്ളിക്കാരൻ. അതുകൊണ്ട് തന്നെ ഇവനോട് അധിക നേരം സംസാരിക്കാനൊന്നും പറ്റില്ല. എപ്പോഴാണ് വൈലൻ്റ് ആവാന്നൊന്നും പറയാൻ പറ്റില്ലേ. ഷെപ്പെ, നീ ഏർപ്പാടാക്കി തന്ന ടീമുണ്ടല്ലോ, അവരോട് പിന്മാറാൻ പറഞ്ഞേക്ക്. ഇനി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്കെന്നെ വിളിച്ച് പറഞ്ഞൂടെ? എൻ്റെ കയ്യിലുണ്ടായിരുന്ന നമ്പറിൽ ഞാൻ വിളിച്ചു നോക്കി, ബട്ട് എടുക്കുന്നില്ല. ഇത് കേട്ടേക്ക് ഷെപ്പ് അങ്ങ് കൈമലർത്തുന്നുണ്ട്. കാരണം ലെവൻ്റെ കയ്യിലുമില്ല വിളിച്ചാൽ കിട്ടുന്ന നമ്പർ. സോ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകാൻ നല്ല ചാൻസ് ഉണ്ട്. ഇതേ സമയം പിള്ളേരാണെങ്കിൽ ബ്രെയിനേഡിൽ നിന്ന് നേരെ മിനിയോപോളിസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ജെറിയുടെ നാട്ടിൽ എത്തിയിട്ടുണ്ടെന്നർത്ഥം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജെറിയെ കാണിക്കുന്നത്. പുള്ളിക്കാരനതാ അടുത്ത കോള് വരുന്നു.
വിളിക്കുന്നത് ജിമാക് എന്ന് പറയുന്ന ലോൺ കൊടുക്കുന്ന ആൾക്കാരാ. ജെറി വരെയും പറ്റിച്ചില്ലാത്ത കാറുകളുടെ പേരിൽ ലോൺ എടുത്തിട്ടുണ്ട്, അതും $3,20,000. പക്ഷെ ഇല്ലാത്ത കാറിന്റെ പേരിലാണ് ഇമാതിരി പരിപാടി കാണിച്ചതെന്നുള്ളത് ജിമാക്കിന്റെ ആൾക്കാർക്ക് അറിയില്ല കേട്ടാ. സോ ഇവര് വിളിക്കുന്നത് കാറുകളുടെ സീരിയൽ നമ്പർ ചോദിച്ചിട്ടാ. അത് എത്രയും വേഗം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പറഞ്ഞ $3,20,000 തിരിച്ച് കൊടുക്കേണ്ടി വരും. ഈ പൈസയാണെങ്കിൽ അങ്ങേര് പേഴ്സണൽ ആവശ്യത്തിന് യൂസ് ചെയ്യുകയും ചെയ്തു. എത്രയും വേഗം തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ കേസാവും, ജയിലാവും, ആകെക്കൂടെ പ്രശ്നമാവും. സോ ഈ പൈസ തിരിച്ചടക്കാൻ വേണ്ടിയിട്ടാണ് സ്വന്തം ഭാര്യയെ വരെ കിഡ്നാപ്പ് ചെയ്യാൻ ഏൽപ്പിച്ചത്. ഇതേ സമയം ജീനെ കാണിക്കുന്നുണ്ട് കേട്ടാ. ഇവള് വീട്ടിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എറിക്കും ഗെയറും കൂടെ അങ്ങ് അകത്തോട്ട് വരുന്നത്, അതും മാസ്ക് ഒക്കെ ഇട്ടിട്ട്. ഇത് കണ്ടേക്ക് ജീനാണെങ്കിൽ പേടിച്ചോടാൻ നിൽക്കേ. പക്ഷെ ഗെയർ അവളെ പിടിച്ചു വെക്കുന്നു. പിന്നെ ജീൻ ഒന്നും നോക്കിയില്ല, അവന്റെ കയ്യിനിട്ടൊരു കടിയും കൊടുത്ത് നേരെ ബാത്റൂമിലോട്ട് ഓടുന്നു. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടാ. പക്ഷെ കോൾ ചെയ്യുന്നതിന് മുമ്പ് പിള്ളേർ വന്നിട്ട് ആ വയറങ്ങ് വലിച്ച് പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടേക്ക് വിൻഡോ വഴി രക്ഷപ്പെടാനാണ് ജീൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അടിയിലോട്ട് ചാടാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. സോ ആ ബാത്റൂമിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഇതേ സമയം വാതിലും കുത്തിപ്പൊളിച്ച് പിള്ളേർ അകത്ത് കടന്നിട്ടുണ്ട് കേട്ടാ. ഇവര് നോക്കുമ്പോണ്ട് ജനാല തുറന്നു വെച്ചിരിക്കുന്നു. അതുവഴി രക്ഷപ്പെട്ടിട്ടുണ്ടാവുമെന്നും വിചാരിച്ച് എറിക്ക് നേരെ അടിയിലോട്ട് പോകുന്നു. പക്ഷെ നമ്മളുടെ ഗെയറാണേലോ ബാത്റൂമിനകത്ത് വല്ല മരുന്നുണ്ടാന്നാണ് നോക്കുന്നത്. കാരണം വലിയൊരു കടിയാണ് ജീൻ കൊടുത്തിട്ടുള്ളത്. അപ്പോഴാണ് ബാത്റൂമിനകത്ത് ഒരു അനക്കം. ജീന് മറ്റേ ബാത്ടബിന്റെ ഫ്രണ്ടിലുണ്ടാവുന്ന കർട്ടന്റെ മറവിലാണ് ഒളിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു അനക്കം കൊണ്ട് ഗെയറിന് കാര്യം മനസ്സിലായി. പിന്നെ ജീൻ ഒന്നും നോക്കിയില്ല, ആ തുണി കൊടുക്കാൻ അങ്ങ് ഓടുന്നുണ്ട്. മുഖത്ത് തുണിയുള്ളതുകൊണ്ട് തന്നെ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റുന്നില്ല. സോ കണ്ണും കാണാണ്ട് സ്റ്റെയർ കേസുമെന്ന് അങ്ങ് താഴെ വീഴുന്നുണ്ട് ജീൻ. എന്തോ ഭാഗ്യത്തിന് ബോധം മാത്രമേ പോകുന്നുള്ളൂ, ചത്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്ഥലക്കച്ചവടത്തിന്റെ ഭാഗമായിട്ട് അമ്മായിയപ്പനെ കാണാൻ പോകുന്നത്. കൂടെ ബയ്യറായിട്ട് വേറെ ആളും കൂടി ഉണ്ട് കേട്ടാ. നമ്മളുടെ വീടിന്റെ ഫ്രണ്ടാണ് ഇയാള്. അങ്ങനെ ഡീല് സംസാരിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കിട്ടിയിരിക്കുന്ന 8ന്റെ പണിയാണ് ജെറി അറിയുന്നത്. ഇവർ ഈ സ്ഥലം വാങ്ങിച്ചോളാം, പകരം കമ്മീഷൻ മാത്രം തരാമെന്നാണ് ലവന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരെ കൊണ്ട് സ്ഥലത്തിനുള്ള പൈസ ഇറക്കി ആ സ്ഥലം വാങ്ങി മറിച്ചു കൊടുത്ത് പൈസ ഉണ്ടാക്കുക. എന്നിട്ട് ആ പൈസ മുതലും പലിശയും ചേർത്ത് തിരിച്ചു കൊടുക്കുക. എന്നാലും ഉണ്ടാവും വലിയൊരു തുക ലാഭമായിട്ട്. അത് ജെറി എടുക്കുക. ഇതായിരുന്നു ജെറിയുടെ പ്ലാൻ. പക്ഷെ പുള്ളിക്കാരന് ജസ്റ്റ് കമ്മീഷൻ കൊടുത്ത് മൂലക്കിരുത്താനാ അമ്മായിയപ്പന്റെ പ്ലാൻ. അങ്ങേരത്ര ബിസിനസ് കണ്ടതാ. അങ്ങനെ ജെറി ആകെ ഭ്രാന്തെടുത്ത് വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. നോക്കുമ്പോണ്ട് വീടാകെ അലങ്കോലായിട്ട് കിടക്കുന്നു. സോ മനസ്സിലായി കിഡ്നാപ്പിംഗ് നടന്നു എന്നുള്ളത്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഓസ്കാർ പെർഫോമൻസാ. നല്ലവണ്ണം അഭിനയിക്കുക, കിഡ്നാപ്പറുടെ കോളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, അമ്മായിച്ചൻ്റെ കയ്യിൽ നിന്ന് റാൻസം തുക അടിച്ചു മാറ്റുക, ഹാഫായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. എന്തായാലും സ്ഥലക്കച്ചവടം മുടങ്ങി, ഇനിയിപ്പോൾ ഇതല്ലേ വഴിയുള്ളൂ. സോ അമ്മായിച്ചനെ വിളിച്ച് എൻ്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് അങ്ങ് അഭിനയിക്കുന്നുണ്ട്. ഇതേ സമയം പിള്ളേരാണെങ്കിൽ മിനിയോപോളീസിൽ നിന്ന് നേരെ ബ്രെയിനേഡിലോട്ട് പൊക്കോണ്ടിരിക്കുക. കൂടെ ജീനുണ്ട് കേട്ടാ, ഒരു തുണിയിലാക്കി കെട്ടിവെച്ചിരിക്കുകയാണ് അവളെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലെവൾക്ക് ബോധം വരുന്നത്. ആ ഒരു കറക്റ്റ് സമയത്താണ് ഒരു പോലീസ് വണ്ടി ഇവരെ അങ്ങ് നിർത്തിക്കുന്നത്. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ച് ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒരു ടാഗ് ഒട്ടിക്കണം. ഇവരുടെ കയ്യിലാണെങ്കിൽ ഒരു പുതിയ CRA ആണല്ലോ, സോ ഒട്ടിച്ചേ പറ്റുള്ളൂ. എന്നാൽ ഇവന്മാരാണെങ്കിൽ ഒട്ടിച്ചിട്ടില്ല. സോ ഒരു പോലീസ് ഓഫീസർ നിർത്തിച്ചിട്ടുണ്ട്. ഗേറെ, നീ അബദ്ധമൊന്നും കാണിക്കരുത്, സംഗതി ഞാൻ നല്ല സ്മൂത്തായിട്ട് ഡീൽ ചെയ്യാം എന്നും പറഞ്ഞ് പോലീസുകാരൻ അങ്ങ് കൈക്കൂലി കൊടുക്കുന്നുണ്ട് എറിക്ക്. ബാക്കിലിരിക്കുന്ന നമ്മളുടെ ജീന എങ്ങാനും ശബ്ദം ഉണ്ടാക്കിയാൽ തീർന്ന്. ഈ പോലീസുകാരനാണെങ്കിൽ ജസ്റ്റ് ലൈസൻസ് നോക്കിയിട്ട് ഫൈൻ അടിച്ച് പോവത്തേ ഉള്ളൂ. പക്ഷെ ഇങ്ങേർക്ക് കൈക്കൂലി കൊടുത്തതോടുകൂടെ അങ്ങേർക്ക് അങ്ങ് പ്രാന്ത് കയറുന്നുണ്ട്. ഇങ്ങേരൽപ്പം നല്ല പോലീസുകാരനാണേ. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നു. അപ്പോഴാണ് ജീൻ അങ്ങ് ശബ്ദം ഉണ്ടാക്കുന്നത്. ഇത് കണ്ടേക്ക് പോലീസുകാരനാണെങ്കിൽ എന്താ കാറിലിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചതേ ലെവൻ ഓർമ്മയുള്ളൂ. ഡാഷിൽ നിന്ന് ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. അതും നമ്മളുടെ ഗെയർ. ഒരു കൂസലും ഇല്ലാണ്ടാണ് ഇങ്ങേരി പോലീസുകാരനെയൊക്കെ തീർത്ത് കളയുന്നത്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവന്മാരെ കുറിച്ച് പറയാനായിട്ട് കുറെ ഉണ്ടെന്ന്. ഇവന്മാർ ജസ്റ്റ് ലോക്കൽ സെറ്റപ്പല്ല, മാരക ക്രിമിനൽസാ. ഇതൊന്നും നോക്കാണ്ടാണ് ഭാര്യയെ തട്ടിക്കൊണ്ടു പോവാൻ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ ഒടുക്കത്തെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഡീലിങ് ആ ഷവർ റോട്ടിൽ നിന്നെടുത്ത് മാറ്റാൻ നോക്ക്. ഇത് കേട്ടേക്ക് അതിനായിട്ട് ഇറങ്ങി തിരിക്കുന്നുണ്ട് നമ്മൾ ഡെറിക്ക്. അങ്ങനെ ബോഡി മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാശം പിടിക്കാനായിട്ട് ഒരു കാറ് വരുന്നത്. അതിനകത്തുള്ളവരാണെങ്കിൽ ബോഡി മാറ്റുന്ന എറിക്കിനെയും ഗെയറിനെയും കാണുകയും ചെയ്തു. ഇവരാകെ പേടിച്ചുറച്ച് വേഗം വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. ഇതൊക്കെ കണ്ട ഗെയർ പിന്നെ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. വണ്ടി എടുത്തങ്ങ് പിന്നാലെ പോകുന്നുണ്ട്. ഇവന്മാരാണെങ്കിൽ മേഡറിന് സാക്ഷികളാണ്. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ പണി കിട്ടും. സോ നമ്മളുടെ ഗെയർ അവരെ ചേസ് ചെയ്യുന്നു. ഓൾറെഡി റോഡ് മുഴുവൻ മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുക. സോ സാക്ഷികളുടെ വണ്ടി സ്ലിപ്പാവുന്നു, അങ്ങ് മറിയുന്നു. എന്നാൽ ഒരുത്തനാണെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പിന്നെ ഗെയർ ഒന്നും നോക്കിയില്ല, ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. എന്നിട്ട് കാറിലിരിക്കുന്ന ആളെയും അങ്ങ് തീർക്കുന്നുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് 3 മരണം. അതിൽ തൊരുത്തനാണെങ്കിൽ പോലീസുകാരനും. സോ ഗെയർ എന്താണെന്നും മെറിക്ക് എന്താണെന്നും ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിടിക്കപ്പെടാൻ വല്ല ചാൻസ് ഉണ്ടെങ്കിൽ അതങ്ങ് മുളയിലേന്നുള്ളൂ. അങ്ങനെ ഈ സമയത്താണ് മാർജിനെ കാണിക്കുന്നത്.
ഈ മാർജി നാട്ടിലെ പോലീസുകാരിയാ. ഇവൾക്കൊരു ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ പോരാത്തിന് ഇവള് പ്രഗ്നന്റ് ആണ്. ഇവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നല്ല പക്ക സിമ്പിൾ ലൈഫാ. പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്ട് ലവിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കപ്പിൾസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർജിന് ഒരു ഫോൺ കോൾ വരുന്നത്. സംഭവം എന്താന്ന് ഞാനായിട്ട് പറയണ്ടല്ലോ. സോ മേഡർ നടന്ന സ്ഥലത്തോട്ട് രാവിലെ തന്നെ വണ്ടിയും കൊണ്ട് അങ്ങ് പോകുന്നുണ്ട് നമ്മളുടെ മാർജ്. ഇവൾ ആദ്യം തന്നെ പോകുന്നത് സാക്ഷികൾ മരിച്ചില്ലേ അങ്ങോട്ടാ. അങ്ങനെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് അപ്പുറത്താണ് പോലീസുകാരന്റെ ബോഡി കിടക്കുന്നത്. സോ അതും ഇതും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മാർജിന് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട്. പോലീസുകാരൻ കൊലയാളിയെ നിർത്തിച്ചു, കൊലയാളി പോലീസുകാരനെ തീർത്തു. അത് കണ്ടുകൊണ്ട് വന്നവരെ ചേസ് ചെയ്ത് പിടിച്ചു, എക്സിക്യൂഷനും നടത്തി. ഒരു ചേസ് നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഇവിടെ. അത് മാത്രമല്ലാട്ടാ അവർ കാണുന്നത്, ഈ മഞ്ഞിനകത്ത് നമ്മളുടെ ഗിയറിന്റെ ഫുട് പ്രിന്റും ഉണ്ട്. ഇങ്ങേരുടെ കാല് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാ. സോ കൊലയാളിയുടെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് നേരെ പോകുന്നത് പോലീസുകാരൻ്റെ ബോഡി കിടക്കുന്ന സ്ഥലത്തോട്ടാ. എന്നാൽ അവിടെയാണെങ്കിൽ ചെറിയ ഫുട് പ്രിന്റാ. കാരണം പോലീസുകാരൻ്റെ ബോഡി മാറ്റാനായിട്ട് എറിക്ക് മാത്രമേ കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. പിന്നെ പോരാത്തതിന് മരിച്ച പോലീസുകാരൻ്റെ വണ്ടിയുടെ ലൈറ്റൊക്കെ ഓഫാ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എറിക്ക് വന്നിട്ട് വണ്ടിയുടെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് സാക്ഷികളെ കൊല്ലാൻ പോയ തന്റെ പാർട്ട്ണറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു എന്നാ. കുറെ നേരം ഇരുന്നതിന്റെ ഒരു പാടും കൂടി ഉണ്ട് അവിടെ. സോ മാർജിന് ഒരു കാര്യം മനസ്സിലായി, കൊലയാളിയല്ല കൊലയാളികളാണെന്ന്. പക്ഷേ ഈ മണ്ടന്മാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. എല്ലാ പോലീസുകാരൻ്റെ കയ്യിലും സൈറ്റേഷൻ ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്. ഏത് കാറിനെയാണോ നിർത്തിക്കുന്നത് ആ കാറിന്റെ മോഡലും അതിന്റെ നമ്പർ പ്ലേറ്റും പോലീസുകാർ സൈറ്റേഷൻ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതേപോലെ നമ്മളുടെ മരിച്ച പോലീസുകാരനും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി സിയേറയാണെന്നും നമ്പർ പ്ലേറ്റിനകത്ത് DLR ആണെന്നും മാർജിന് മനസ്സിലായി. ഈ DLR എന്ന് പറയുന്ന ഡീലർഷിപ്പ് എന്നതിന്റെ ഷോർട്ട് ഫോമാണ്. ഇത്തരം നമ്പർ പ്ലേറ്റ് കൊടുക്കുക നമ്പർ കിട്ടാത്ത പുത്തൻ വണ്ടികൾക്ക് മാത്രമാണ്. ഇതേ സമയം ജെറിയെ കാണിക്കുന്നുണ്ട് കേട്ടാ. പുള്ളിക്കാരൻ അമ്മായിച്ചന്റെ മുന്നിലിരുന്ന് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കേ. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. സംഭവം വേറെ ഒന്നുമില്ല, ജെറി കിഡ്നാപ്പർമാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന $80,000 ആവശ്യപ്പെടുമെന്നാ. എന്നാ കിഡ്നാപ്പർമാർ ചോദിച്ചു എന്നും പറഞ്ഞ് അമ്മായിച്ചനോട് പറയുന്ന തുക $1 മില്യനാ. ഇതൊക്കെ കേട്ട് അങ്ങേരാണെങ്കിൽ കണ്ണും തള്ളി ഇരിക്കുന്നുണ്ട്. അത്രയൊന്നും തരാൻ പറ്റില്ല കേട്ടാ. അച്ഛാ എൻ്റെ വൈഫിനെ കുറിച്ചൊന്ന് ആലോചിക്കി എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ച് പൊലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ജെറി. അമ്മായിച്ചനാണേലോ സ്ഥലക്കച്ചവടം പോലെയാണ് സ്വന്തം മകളുടെ ജീവന് വിലയിടുന്നത്. നമുക്കൊരു 5 ഒതുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു 10 എന്നൊക്കെയാണ് അങ്ങേര് ചോദിക്കുന്നത്. പിശുക്കനാണല്ലോ. ഇതിൻ്റെ ഇടയിൽ വേഡിന്റെ ഫ്രണ്ട് ആണെങ്കിൽ ജെറിക്ക് നല്ല കട്ട സപ്പോർട്ടാ. പക്ഷെ അങ്ങേർക്ക് കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടാ. അങ്ങനെ ഒരു വിധത്തിലാണ് $1 മില്യൺ സമ്മതിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്രണ്ട് ജെറിയോട് മകനെ കുറിച്ച് ചോദിക്കുന്നത്. അവൻ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്വന്തം മകനെ കുറിച്ച് പോലും ജെറിക്ക് ഓർമ്മ വരുന്നത്. പൈസയുടെ വിചാരത്തിൽ മകന്റെ കാര്യമടക്കം മറന്നുപോയി. ജെറി ഞങ്ങളും കൂടെ വീട്ടിലോട്ട് വന്നാലോ? ഏയ് അത് വേണ്ട, ഈ കിഡ്നാപ്പർമാർ എന്നെ വാച്ച് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ വിളിക്കും, ഇൻസ്ട്രക്ഷൻസ് തരും, അതിനനുസരിച്ച് ചെയ്യുക. അവരുടെ ഫോൺ കോള് വേറെ ആരെങ്കിലും ശ്രദ്ധിക്കുന്ന കണ്ടാ ജീനെ കൊന്നുകളയുന്ന പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്നുണ്ട്. കാരണം ഇവന്മാർ കൂടെ വന്നാൽ പദ്ധതിയൊന്നും നടക്കൂലേ. അങ്ങനെ ജെറി വീട്ടിൽ പോകുന്നു, മകനെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗേറിനെ എറിക്കിനെ കാണിക്കുന്നത്. ഇവർ ജീനെയും കൊണ്ട് ഇവരുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ജീനാണെങ്കിൽ അപ്പം തന്നെ കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. പക്ഷെ എങ്ങോട്ട് ഓടണമെന്ന് അവൾക്കറിയില്ല. മുഖമൊക്കെ കെട്ടിവെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങോട്ട് ഓടാനാ? ഇവളുടെ ഈ വെപ്രാളൊക്കെ കണ്ടിട്ട് എറിക്കാണെങ്കിൽ അങ്ങ് ചിരിക്കാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷെ ഗേറ് കാമായിട്ട് നിൽക്കുന്നു. ആളൊരു സൈക്കോയാണെങ്കിലും ആൾക്കാരുടെ സങ്കടത്തിലൊന്നും പുള്ളിക്കാരൻ ചിരിക്കാറില്ല. ഇതേ സമയം പോലീസുകാരാണെങ്കിൽ നാട്ടിലെ ഹോട്ടൽസും ലോഡ്ജൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെ ആരെങ്കിലും പുത്തൻ സിയേറ കാറിൽ വന്ന് റൂം എടുത്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോഴാണ് മറ്റേ ബ്ലൂ ഓക്സ് എന്ന ഹോട്ടലേര് സിയേറ കാർ കണ്ടു എന്ന് പറയുന്നത്. അതും കാറിനകത്ത് 2 ആൾക്കാരുണ്ടായിരുന്നു എന്നും. ഇവർ തേടിക്കൊണ്ടിരിക്കുന്നതും 2 ആളുകളെയാണ്. സോ എന്തുകൊണ്ടും മാച്ചിങ്ങാ. അത് മാത്രമല്ല ആ ഹോട്ടലിലാണല്ലോ ഇവർ റൂം എടുത്ത് ഉല്ലസിച്ച്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ പോകുന്നു, കാര്യങ്ങളൊക്കെ തിരക്കുന്നു. അങ്ങനെ ഒരു വിധത്തിൽ നമ്മളുടെ പിള്ളേർ ഉല്ലസിച്ചവരുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് മാർജ്. ഈ ഗേൾസിനാണെങ്കിൽ അധികം കാര്യങ്ങളൊന്നും പറയാൻ കിട്ടുന്നില്ല. എന്നാൽ കില്ലേഴ്സ് പറഞ്ഞ ഒരു കാര്യം അവർക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ രാത്രിക്ക് ശേഷം അവർ പോകാൻ പോകുന്നത് ട്വിൻ സിറ്റീസ് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാ. ഈ ട്വിൻ സിറ്റി എന്ന് പറയുന്ന സ്ഥലം മിനിയോപോളിസിലാണ്, അതായത് ജെറിയുടെ നാട്ടില്. അന്ന് ഈ ഗേൾസുമായിട്ട് ഉല്ലസിച്ചതിന് ശേഷമാണല്ലോ ലവന്മാര് കിഡ്നാപ്പിന് പോയത്. അങ്ങനെ ഈ സമയത്താണ് ജെറിയെ കാണിക്കുന്നത്. ഇവിടെ എറിക്ക് വിളിച്ചിട്ട് വൻ വിഷയാക്കിക്കൊണ്ടിരിക്കേ. ജെറി കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കേ. സോ കിട്ടാൻ പോകുന്ന $80,000 ഞങ്ങൾക്ക് വേണം. 3 മരണ ഇപ്പം തന്നെ സംഭവിച്ച്. നാളെ ഉറപ്പായിട്ടും ഞാൻ നിന്റെ നാട്ടിലെത്തിയിരിക്കും എന്നും പറഞ്ഞ് വൻ സീനാക്കിക്കൊണ്ടിരിക്കുകയാണ് എറിക്ക്. ഇതൊക്കെ കേട്ടിട്ടാകെ ഇല്ലാണ്ടായിട്ടിരിക്കുന്നുണ്ട് നമ്മളുടെ ജെറി. കാരണം നാളെ തന്നെ ക്യാഷ് ഒപ്പിച്ചേ പറ്റുള്ളൂ. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അമ്മായിയപ്പനെ ചാക്കിലാക്കി പൈസ മേടിക്കാന്ന് പറയുന്നത് കുറച്ച് ചടങ്ങാ. ഇതിൻ്റെ ഇടയിലാണ് അടുത്ത കോള് വരുന്നത്. വിളിക്കുന്നത് മറ്റേ ജിമാക്ക, അതായത് ലോണിൻ്റെ ആൾക്കാർ. ജെറി നിങ്ങൾക്ക് നാളത്തെ ഒരു ദിവസം കൂടെ തരും, അതിനകം പൈസ തിരിച്ചടച്ചില്ലെങ്കിൽ കേസാവും. ഇതൊക്കെ കേട്ടിട്ടാകെ ഭ്രാന്ത് പിടിച്ച് തുള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ജെറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാർജിനെ കാണിക്കുന്നത്.
ഇവളും ഹസ്ബൻഡും കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, ബ്ലൂ ഓക്സ് എന്ന് പറയുന്ന ഹോട്ടലിനകത്തെ ലോബിയിൽ നിന്ന് മിനിയോപോളിസിലോട്ട് ഒരു കോള് പോയിട്ടുണ്ട്. ട്വിൻ സിറ്റി ആൻഡ് മിനിയോപോളിസ്. കുറച്ച് നേരമായിട്ട് മാർജ് കേട്ടോണ്ടിരിക്കുന്ന സിറ്റീസ് ആണിത്. മിനിയോപോളിസിലുള്ള ഷെപ്പിനാണ് കോള് വിളിച്ചിരിക്കുന്നത്. സോ ഇനി അന്വേഷണം ട്വിൻ സിറ്റി അഥവാ മിനിയോപോളിസിലാ. ഇതേ സമയം അമ്മായിയച്ഛനെ കാണിക്കുന്നുണ്ട് കേട്ടാ. അങ്ങേരാണെങ്കിൽ വൻ സീനില്ല. ഇങ്ങേര് ഓൾറെഡി 1 മില്യൺ കൊടുക്കാന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പൈസ കിഡ്നാപ്പർമാർക്ക് കൈമാറുന്ന സമയത്ത് അങ്ങേരുണ്ടാവും പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ ഒരു പൈസ അങ്ങേര് ഡെലിവറി ചെയ്തോണ്ടെന്നും പറഞ്ഞിട്ട് അങ്ങേരെങ്ങാനും ഡെലിവറിക്ക് പോയാ ജെറിയുടെ പൈസ തട്ടിൽ പരിപാടി എന്നേക്കുമായിട്ട് ഫ്ലോപ്പ് ആവും. കാരണം അവന്മാരോട് പറഞ്ഞിരിക്കുന്നത് $80,000 ആണ്. പക്ഷെ ഇവിടെ കൊണ്ടുപോകുന്നതോ 1 മില്യൺ. ഈ 1 മില്യൺ എങ്ങാനും അവന്മാരുടെ കയ്യിൽ കിട്ടിയ പൈസയുടെ ഒരു അഡ്രസ്സ് ഉണ്ടായിരിക്കില്ല. അതും കൊണ്ട് അവന്മാർ സ്ഥലം വിടും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജെറി ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഐശ്വര്യമായിട്ട് മിനിയോപോളിസിലോട്ട് മാർജ് അങ്ങ് കാലുകുത്തുന്നത്. അതുമാത്രമല്ല, ഷെപ്പിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട് കേട്ടാ. ആ ഒരു കറക്റ്റ് സമയത്താണ് ക്യാഷിന്റെ ഡീലിങ്സ് നടത്താൻ വേണ്ടി നാട്ടിലോട്ട് എറിക്കെത്തുന്നത്. ഇവൻ വന്ന പാടൊരു പാർക്കിംഗ് ലോട്ടിൽ കയറിയിട്ട് ഒരു നമ്പർ പ്ലേറ്റ് അങ്ങ് അടിച്ച് മാറ്റുന്നുണ്ട്. എന്നിട്ട് അത് കാറിൽ ഫിക്സ് ചെയ്യുന്നു. കാരണം ഈ കാറും കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് അത്ര സേഫ് അല്ലല്ലോ. ഇതാവുമ്പോൾ ആരും നോട്ട് ചെയ്യത്തില്ല. അങ്ങനെ നമ്മളുടെ മാർജ് ഷെപ്പ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് ജെറിയുടെ ഷോറൂമിൽ. ഇവിടുത്തെ മെക്കാനിക് ആണല്ലോ ഷെപ്പ്. ഷെപ്പ്, നീ പരോളിലാണെന്നും പണ്ടത്തെ വലിയ ക്രിമിനൽ ആണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നടന്ന കേസിൽ നീ എങ്ങാനും ഇൻവോൾവ് ആണെങ്കിൽ നിന്റെ പരോള് റദ്ദാക്കി തിരിച്ച് ജയിലിലോട്ട് അയക്കാൻ എനിക്കധികം സമയമൊന്നും വേണ്ട. സോ സത്യം പറ. സത്യം പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. മാർജ് എങ്ങനെയൊക്കെ ചോദിച്ചിട്ടും ഇങ്ങേരെ ഒരൊറ്റ ഉത്തരം മാത്രമേ പറയുന്നുള്ളൂ, അറിയില്ല. അങ്ങനെ മാർജ് ഷോറൂമിന്റെ മാനേജറെ കാണാൻ പോകുന്നു. അതായത് നമ്മളുടെ ജെറിയെ. പോലീസുകാർ വന്നിട്ട് ഷെപ്പിനെ ചോദ്യം ചെയ്യുന്നു എന്ന് കേട്ടേക്ക് എന്നെ കിളികളെല്ലാം പാറിയിട്ടാണ് ജെറി ഇരിക്കുന്നത്. അപ്പോഴാണ് ലെവന്റെ അടുത്തോട്ട്, ജെറി, നിങ്ങളുടെ ഈ ഷോറൂമിൽ നിന്ന് വല്ല കാറുകൾ മിസ്സായിട്ടുണ്ടോ, അല്ലെങ്കിൽ മോഷണം പോയിട്ടുണ്ടോ, അതും സിയറ കാറ്. ഇത് കേട്ടേക്ക് 32 പല്ലും പുറത്ത് കാട്ടി ഇളിച്ചോണ്ടിരിക്കുകയാണ് നമ്മളുടെ ജെറി. പുള്ളിക്കാരൻ ഒരു സെക്കൻഡ് സ്റ്റെക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മാർജിനെ പറഞ്ഞുവിടുന്നു. എന്നിട്ട് അപ്പം തന്നെ ഷെപ്പിനെ വിളിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഷെപ്പാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാ ബാക്കിയുള്ള സ്റ്റാഫ് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്നുണ്ട് ജെറി. ഇതേ സമയം മെറിക്കാണേലോ നൈസായിട്ടൊരു മ്യൂസിക് പരിപാടിയിൽ കയറിയിട്ട് അവിടുത്തെ ഒരു പെണ്ണിനെയും വളച്ച് അല്ലറ ചില്ലറ പരിപാടിയിലാണ്. അപ്പോഴാണ് അങ്ങോട്ട് ഷെപ്പ് വരുന്നത്. വരികയെന്ന് മാത്രമല്ല, ഇവനെ എടുത്തിട്ട് അങ്ങ് പഞ്ഞിക്കിടുന്നുണ്ട്. ലെവന്മാർക്കൊരു പണിയായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ജെറിക്ക് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത്. എന്നാൽ ലെവന്മാരാണെങ്കിൽ ഓരോ കണ്ണതിരിവ് കാണിച്ചിട്ട് പെടാൻ പോകുന്ന ഷെപ്പാ. അവൻ്റെ പരോളെങ്ങാനും റദ്ദാക്കിയാലോ എന്ന് വിചാരിച്ച് എത്രയും പെട്ടെന്ന് നാടുവിടാനാ ഇങ്ങേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം നല്ല ബെൽറ്റ് കൊണ്ടുള്ള അടിയും. അങ്ങനെ ഷെപ്പ് പോകുന്നു. ഷെപ്പിനോടുള്ള ദേഷ്യം മൊത്തം തീർക്കുന്നത് ജെറിയോടാ. ജെറിക്ക് വിളിക്കുന്നു, അങ്ങ് ചൂടാവുന്നു. എടാ ജെറി, നീ എത്രയും പെട്ടെന്ന് പൈസയും കൊണ്ട് പാർക്കിംഗ് ലോട്ടിൽ എത്തിയില്ലെങ്കിൽ നിന്റെ വൈഫിനെയും കൊല്ലും, മകനെയും കൊല്ലും, എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എന്നാൽ ഈ ഒരു ഫോൺ കോള് ജെറി മാത്രമല്ല കേൾക്കുന്നത്, അമ്മായിയച്ഛനും കേൾക്കുന്നുണ്ട്. പിന്നെ പറയണ്ടല്ലോ, ക്യാഷുമായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അമ്മായിയച്ഛൻ, കൂടെ ഒരു ഗണ്ണും. ഇത് കണ്ടേക്ക് ജെറിയാണേലോ അങ്ങേരെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ എറിക്ക് പറഞ്ഞ പ്രകാരം അമ്മായിയച്ഛൻ പാർക്കിംഗ് ലോട്ടിൽ എത്തിയിട്ടുണ്ട്. എടോ ജെറി എവിടെ? എൻ്റെ മകളെവിടെ? എടോ ജെറി എവിടെയെന്ന്? എൻ്റെ മകളെവിടെയെന്ന് എന്നും പറഞ്ഞ് രണ്ടും കൂടെ വന്നടിയാണ് അവിടെ. എറിക്കിനാണെങ്കിൽ ദേഷ്യം ഉച്ചിയിൽ കയറിയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ പറയണ്ടല്ലോ, പണ്ടാറടങ്ങാൻ താനെന്താ കളിക്കുകയാണ് എന്നും ചോദിച്ച് ഗണ്ണെടുത്തിട്ട് ഒരൊറ്റ വെടി. സോ അമ്മായിപ്പൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എന്നാൽ അങ്ങേര് പടാവുന്നതിന് മുമ്പ് ഗണ്ണെടുത്തിട്ട് അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. എന്തൊരു ഭാഗ്യത്തിന് ഉണ്ട കയറുന്നില്ല, പക്ഷെ മുഖത്ത് ഒരഞ്ഞോണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ ഒരു ദേഷ്യത്തിൽ ഗണ്ണെടുത്തിട്ട് അങ്ങ് പടാന്ന് പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ അമ്മായിയച്ഛൻ മരിച്ചു. സോ മരണം 4 അങ്ങനെ എറിക്ക് സ്ഥലം വിടുന്നു വിത്ത് 1 മില്യൺ. ആ ഒരു കറക്റ്റ് സമയത്താണ് നമ്മളുടെ ജെറി പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തുന്നത്. ഇവൻ നോക്കുമ്പോണ്ട് എറിക്ക് പറപ്പിച്ചു പോകുന്നു. എന്നാൽ അപ്പോഴാണ് പാർക്കിംഗിത്തെ സെക്യൂരിറ്റിയെ കാണിക്കുന്നത്. ഇങ്ങേരാണേലോ ഗേറ്റ് തുറന്നു കൊടുക്കുന്നില്ല. അങ്ങനെ ജെറി അമ്മായിയപ്പൻ്റെ അടുത്തെത്തി. ഈ ബോഡി ഇവിടെ കിടന്ന ഉറപ്പായിട്ട് അന്വേഷണം വരെ ജെറിയുടെ മേത്തോട്ടാ. സോ അങ്ങേരുടെ ബോഡി അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് ജെറി. അങ്ങനെ ജെറിയും സെക്യൂരിറ്റിയുടെ അടുത്തെത്തി. എന്നാൽ സെക്യൂരിറ്റിയും കൊന്ന് ഗേറ്റും പൊളിച്ചിട്ടാണ് എറിക്ക് ഇവിടുന്ന് പോയിട്ടുള്ളത്. സോ മരണം 5. ഇതൊക്കെ കണ്ടിട്ടാകെ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ജെറി. അങ്ങനെ പിറ്റേ ദിവസമായി. ബ്രെയിനേഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 3 കൊലക്കേസൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ ഭയങ്കര പാനിക്കാണ്. സോ സംശയം ഉണ്ടാക്കുന്ന എന്തേലും കണ്ട അപ്പോൾ പോലീസിനെ റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ തൊരുത്തൻ പോലീസിന് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. സംഭവം വേറൊന്നുമില്ല, ഇങ്ങേരും വേറൊരുത്തനും കൂടെ ബാറി വെച്ചിട്ടൊരു കശപിശി ഉണ്ടായി.
ഈ കശപിശി ഉണ്ടാക്കിയവൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവൻക്ക് ലേക്കിന്റെ സൈഡിൽ താമസിച്ചിട്ട് മതിയായി, ഫുള്ള് ബോറാണ് അവിടെ, അതുകൊണ്ട് പെണ്ണ് കൂട്ടി തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് കശപിശി ഉണ്ടാവുന്നത്. നാട്ടുകാർക്കാണെങ്കിൽ എന്തേലും കിട്ടിയാൽ മതിയല്ലോ, അവരങ്ങ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവര് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേറെ ആരെയും കുറിച്ചല്ല, എറിക്കിനെ കുറിച്ചാ. അറിയാലോ, അവൻ ഉല്ലസിച്ചില്ലെങ്കിൽ ഒരു രസമില്ല. എറിക്ക് മിനിയോപോളിസിലോട്ട് പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇവർ പറയുന്നത്. ഇപ്പറഞ്ഞ ലേക്കിന്റെ സൈഡ് ഉണ്ടല്ലോ, അതാണ് ഗെയറിന്റെ എറിക്കിന്റെയും താവളം. അവിടെയാണ് ജീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതേ സമയം എറിക്ക് കിട്ടിയ പൈസ നോക്കുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഇവനാണെങ്കിൽ കണ്ണും തള്ളിയിരിക്കേ. ചോദിച്ചത് 80,000, പക്ഷെ കിട്ടിയിട്ടുള്ളത് 1 മില്യനാ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അത്യാഗ്രഹം മസ്റ്റാണല്ലോ. സോ പെട്ടിന്ന് കുറച്ച് പൈസ മാറ്റുന്നു, എന്നിട്ട് ബാക്കിയുള്ള മുഴുവൻ പൈസയും അവൻ അങ്ങ് കുഴിച്ചിടുന്നു ഒറ്റയ്ക്ക് എടുക്കാനായിട്ട്. അവന്റെ മുഖത്തുള്ള മുറിവാണെങ്കിൽ കുറച്ച് സീനാ. തൽക്കാലത്തിനൊരു പേപ്പർ ഒട്ടിച്ചു വെച്ചിട്ടാണ് പുള്ളിക്കാരൻ മുന്നോട്ട് പോകുന്നത്. ഇതേ സമയം മാർജിനെ കാണിക്കുന്നുണ്ട് കേട്ടാ. പുള്ളിക്കാരത്തി തിരിച്ച് ബ്രെയിനേഡിലോട്ട് തന്നെ പോകാനിരിക്കേ. എന്നാൽ പോകുന്നതിന് മുമ്പ് ജെറിയെ ഒരു പ്രാവശ്യം കൂടെ കാണുന്നുണ്ട്. ജെറി കില്ലേഴ്സിന്റെ കയ്യിൽ ഒരു പുത്തൻ സിയാറ കാറാണ്. അത് മാത്രമല്ല, അവർ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഷോറൂമിലെ ഷെപ്പ് എന്ന മെക്കാനിക്കിനാ. സോ ഷോറൂം, പുതിയ കാറ്, മെക്കാനിക്ക്, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ ആ സിയാറ കാറ് ഈ ഷോറൂമിൽ തായിക്കൂടെ. ഇത് കേട്ടേക്ക് എത്ര പ്രാവശ്യമായി പറയണ ഇവിടുത്തെ അല്ല എന്നും പറഞ്ഞ് അങ്ങ് ചൂടാവുന്നുണ്ട് ജെറി. അപ്പൊ തന്നെ എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട് നമ്മളുടെ മാർജിന്. ആ ഡൗട്ട് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ജെറി ചാടിത്തുള്ളി അങ്ങ് പോകുന്നുണ്ട്. പണ്ടാരം 100 കൂട്ടം പണിയുള്ളപ്പോഴാ ഇമ്മാതിരി കേസ് കെട്ടുകൾ. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? കാറുകൾ എണ്ണി തിട്ടപ്പെടുത്തി ആ സിയാറ ഇവിടുത്തതാണോ എന്നറിയണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പം തന്നെ എണ്ണീറ്റ് വരാം എന്നും പറഞ്ഞ് കാറുമായിട്ട് നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവുന്നുണ്ട് നമ്മളുടെ ജെറി. എന്നാൽ അതാണെങ്കിൽ മാർജ് കാണുന്നു. മാർജ് അപ്പം തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട്. ഇതേ സമയം മെറിക്കാണെങ്കിൽ ലേക്കിന്റെ സൈഡിലുള്ളവരുടെ താവളത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. ഇവൻ നോക്കുമ്പോണ്ട് ജീന് ബോധമില്ലാണ്ട് കിടക്കുന്നു. സംഭവം വേറെ ഒന്നുമില്ല, അവളെ നൈസായിട്ടൊന്ന് വാശി പിടിച്ചു. അത് കണ്ട് പ്രാന്ത് പിടിച്ച ഗെയർ ഒന്നങ്ങ് കൊടുത്തു. ജീവനോടെ ഉണ്ടോ ചത്തോന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് എറിക്ക് പറയുന്നത്. അത് മാത്രമല്ല, 1 മില്യണിൽ നിന്ന് കറക്റ്റ് 80,000 കൊണ്ടാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. അതിൽ നിന്ന് 40 അവനോട് എടുക്കാൻ പറയുന്നു. പിന്നെ ഗെയറെ, ഇതിലിപ്പോൾ കൂടുതൽ കഷ്ടപ്പെട്ടത് ഞാനാ. സോ ആ സിയാറ കാറ് ഞാനങ്ങ് എടുക്കും. ദത് ഗെയറിനൊട്ടും ഇഷ്ടമായില്ല. അതും കൂടെ ഹാഫാക്കാന്നാണ് ഗെയർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ 80,000ന്റെ ബാക്കി പുള്ളിക്കാരൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും സിയാറയ്ക്ക് വേണ്ടിയിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എറിക്ക്. ആ വാശി അവനെ കൊണ്ടെത്തിക്കുന്നത് മരണത്തിലാണ്. ഗെയർ വരുന്നു, വലിയൊരു മഴ കൊണ്ട് അവൻ്റെ തലയ്ക്കങ്ങടിക്കുന്നു. സോ മരണം ആറായി. ഇതേ സമയം പോലീസുകാരാണെങ്കിൽ അമ്മായിയച്ഛനെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കാരണം അങ്ങേരുടെ ഷോറൂം ആണല്ലോ. അപ്പോഴാണ് അങ്ങേരുടെ ഫ്രണ്ട് ജീനെ കിഡ്നാപ്പ് ചെയ്ത കാര്യങ്ങളൊക്കെ പോലീസിനെ അറിയിക്കുന്നത്. അതും കൃത്യം 3 കൊലപാതകം നടക്കുന്ന അതേ ദിവസം. സോ എല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുകയാണ് നമ്മളുടെ മാർജ്. അങ്ങനെ മാർജ് ലേക്കിന്റെ സൈഡിലോട്ട് പോയി നോക്കുന്നുണ്ട്. മറ്റേ നാട്ടുകാരൻ്റെ റിപ്പോർട്ട് ഉണ്ടല്ലോ. അങ്ങനെ പോകുമ്പോണ്ട് ലേക്കിന്റെ സൈഡിലുള്ള ഒരു വീട്ടിൽ ഒരു പുത്തൻ സിയേറ കാറ് കിടക്കുന്നു. ഇത് കണ്ടേക്ക് മാർജ് ആണെങ്കിൽ അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട്. എന്നാൽ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് മാർജ് കാണുന്നത്. നമ്മളുടെ ഗെയർ എറിക്കിനെയും ജീനെയും ഒരു മെഷീനകത്തിട്ട് അരച്ചുകൊണ്ടിരിക്കേ. ഇത് കണ്ടിട്ടാകെ കിളി പറന്ന് നിൽക്കുന്നുണ്ട് മാർജ്. അങ്ങനെ മാർജ് ഗണ്ണെടുക്കുന്നു. ഇത് കണ്ടേക്ക് ഗെയർ അങ്ങ് ഓടുന്നുണ്ട്. അപ്പം തന്നെ കാലിലങ്ങ് ഷൂട്ട് ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 7 മരണം, അതും ഒരൊറ്റ കിഡ്നാപ്പിന്റെ പേരിൽ. എന്താലേ. അങ്ങനെ ഗെയറിനെ കൊണ്ടുപോകുന്ന സമയത്ത് മാർജ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുറച്ച് പൈസക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങളിതെല്ലാം ചെയ്തു കൂട്ടിയത്? എന്നിട്ടിപ്പോൾ എന്തായി? പൈസയേക്കാൾ മൂല്യം ലൈഫിനുണ്ടോ, അത് മനസ്സിലാക്ക്. സോ എല്ലാം അവസാനിച്ചു. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നാട് വിട്ട ജെറീനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.